വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് വെച്ചാൽ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഉള്ളൊരു കുട്ടി വ്ളോഗ് കേട്ടോ. രാവിലെ തന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അത്താഴക്കലം വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ മീനൊക്കെ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ചൂരയും മാന്തലുമാണ് കിട്ടിയത്. പിന്നെ അതിന് ശേഷം ഞാൻ തലേ ദിവസമാണ് ലിക്വിഡ് ഉണ്ടാക്കിയായിരുന്നു, പാത്രം കഴുകുന്ന ലിക്വിഡ്. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തുറന്ന് നോക്കിയത് ആ കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടി എല്ലാം സെറ്റായിട്ടുണ്ട്. അന്നേരം അതെല്ലാം ഒന്ന് കുപ്പിയിലോട്ടാക്കി വെക്കണം. ഇതാകുമ്പോൾ കുറേ നാളെടുക്കാമല്ലോ. 160 രൂപ കൊടുക്കാമെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ പാക്ക് കിട്ടും. അത് വാങ്ങിച്ച് നമ്മൾ 5 ലിറ്റർ വെള്ളത്തിനകത്തൊന്ന് കലക്കി സെറ്റാക്കി വെക്കാമെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സോപ്പ് വാങ്ങിക്കണ്ടല്ലോ, ഇതാകുമ്പോൾ ഇതല്ലേ നല്ലത്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടേ നല്ല ശക്തമായ മഴയായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പെരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെരയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുവാണ്. ഇത് ചെയ്തതിന് ശേഷം വേണം ഇനി അടുക്കളയിലെ പരിപാടിയിലോട്ട് പോകാൻ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് ശക്തമായ മഴയാണ്. അത് കാരണം തുണിയൊന്നും കഴുകാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി കഴുകിയാൽ ഒരു സ്മെല്ലായിരിക്കും മഴയത്ത് കഴുകിയിട്ട് കഴിഞ്ഞാൽ. അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി കഴുകണ്ട, നാളെ മഴയില്ലേ കഴുകാമെന്ന് ഓർത്തു. അങ്ങനെ പെരയെല്ലാം അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വേണം ഇനി അടുക്കളയിൽ നമുക്ക് മീൻകറിയും, ഞാൻ വിചാരിച്ചു ഇന്ന് മീൻകറിയും കപ്പ കുഴച്ചതും പിന്നെന്താ മാന്തൽ ചതച്ച് പറ്റിക്കത്തില്ലേ, അതും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ തലേ ദിവസം ഞാൻ തുടച്ചിട്ടത് കാരണം ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. ബെഡ്ഷീറ്റ് ഞാൻ ഇട്ടിട്ടില്ല. എന്താണെന്ന് കാരണം ബെഡ്ഷീറ്റ് കഴുകാനെടുത്തിട്ടേക്കുവാണ്. വേറെ എണ്ണം എടുത്ത് വിരിക്കണം. ഞാൻ വിചാരിച്ച് അടിച്ച് വാരിയതിന് ശേഷം നമുക്കൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാമെന്ന് കരുതി. ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ വൃത്തിയാക്കാനിരുന്നു കേട്ടോ. അടുത്ത് ഇക്കായും ഉണ്ട്, എൻ്റെ മോനും ഉണ്ട്. അങ്ങനെ അവരുമായിട്ടിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ കപ്പ വൃത്തിയാക്കുക. ഇനി കപ്പ വൃത്തിയാക്കിയതിന് ശേഷം വേണം, ഞാൻ കപ്പ വൃത്തിയാക്കുമ്പോഴത്തേക്കും ഉമ്മ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട് അപ്പുറത്ത്. പിന്നെ അതേ കപ്പ വേവിക്കാൻ അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയ്ക്ക് എല്ലാം ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാന്തൽ ചതച്ച് പറ്റിക്കാനുള്ള ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യേണ്ട, മാന്തലെല്ലാം ചതച്ച് പറ്റിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കപ്പയ്ക്ക് താളിച്ചൊഴിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോര് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അത് സെറ്റാക്കാമെന്ന് കരുതി. അങ്ങനെ മോരൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒരാൾ കൂടെ എൻ്റെ കൂടെ വന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ മോനാട്ടോ. അവനും കൂടെ വന്ന് സഹായിക്കുവാണ്. ഞാനും കൂടെ ഉമ്മയെ സഹായിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ വന്ന് സഹായിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മോരെല്ലാം പൊടിച്ച് പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു ഇഞ്ചിയും പച്ചമുളകല്ല മറ്റേ മുന്തിരി പോലുള്ള മുളകുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതും കറിവേപ്പിലയെല്ലാം കൂടെ ഒന്ന് ചതച്ച് നമുക്ക് ആ മോരിനകത്തോട്ടൊന്ന് ചേർക്കാം. നല്ല പ്രത്യേക ഒരു സ്വാദായിരിക്കും അങ്ങനെ ചെയ്യാമെങ്കിൽ. അങ്ങനെ എല്ലാം ചതച്ച് ഞാൻ മോരിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം സെറ്റാക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേട്ടത്തി വന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റിച്ചുക്കുട്ടൻ്റെ സുന്നത്ത് കഴിഞ്ഞിരിക്കുക. അന്നേരം അവനിക്ക് ഡ്രസ്സുമായിട്ട് വന്നായിരുന്നു ചേട്ടത്തി. അങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അവനിക്ക് കൊടുത്തു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വന്നതിന് ശേഷം നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കട്ടൻ ചായ ഇട്ടു. കട്ടൻ ചായ
ഇട്ട് പിന്നെ ഇക്കായ്ക്കും ഉമ്മായ്ക്കും മധുരം ഇല്ലാതെയും ഞങ്ങൾക്ക് മധുരം ഇട്ടുമാണ് എടുക്കുന്നത്. ഇക്കായ്ക്കും ഉമ്മായ്ക്കും ഷുഗർ ആയത് കാരണം അവർക്ക് മധുരം ഇല്ലാതാണ് എടുക്കുന്നത്. ഞങ്ങൾ പിന്നെ മധുരമൊക്കെ ഇട്ട് ഞങ്ങൾക്കുള്ളതും സെറ്റാക്കി. അതിനുശേഷം ചായക്കൊപ്പം കഴിക്കാനായിട്ട് വാഴയ്ക്കാപ്പവും ഉള്ളിവടയും മുട്ട ബജിയും സമൂസായും പിന്നെന്തോ വറുത്ത മസാലക്കപ്പലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാമായിട്ട് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്തിറങ്ങിയപ്പോൾ നല്ല മഴ കണ്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.